നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ഒരു ഡ്രൈനേജിൻ്റെ ഇതിൽ ഗ്രില്ലിടലാണ്. വെള്ളം പോകുന്ന ഡ്രൈനേജിനെ ഗ്രില്ലിടുക സ്റ്റീൽ കൊണ്ട്. ഒരു 1:1 സ്ക്വയർ ട്യൂബും അതേപോലെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അര റൗണ്ടാണ്. ഇത് ഈ ഫ്രെയിം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം ചെയ്യാനുണ്ട് നമുക്ക്. പിന്നെ കുറച്ചായി വീഡിയോ ഇട്ടിട്ട്. ചാനലെല്ലാവരും വീഡിയോ കാണുക, പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇപ്പോൾ പ്ലാന്റിൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള വീഡിയോ ആണിത്. ഇത് നമുക്ക് മൊത്തത്തിലൊരു 5 അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ സ്റ്റീലിൻ്റെ ഗ്രില്ല് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ബുഷ് ഉപയോഗിച്ചിട്ടുണ്ട്. 1:1 അഡ്ജസ്റ്റബിൾ ബുഷാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ടൈലിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ ടൈല് കറക്റ്റല്ല. അത് ടൈല് കറക്റ്റാക്കാൻ വേണ്ടി നമ്മൾ ബുഷ് നേരെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അധികം നമ്മളിപ്പോൾ ഉയർത്തി കഴിഞ്ഞാൽ ടിഗ് വെൽഡിങ് നടക്കുന്നുണ്ട് അവിടെ. ടിഗ് വെൽഡിങ് ചെയ്ത കാരണം നമുക്കധികം നോക്കാൻ പറ്റില്ല. കാരണം അധികം മറ്റുള്ള സൈഡ് കാണിക്കാത്തത്. അതിൻ്റെ മറ്റേ സൈഡിലൊക്കെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അതൊന്നും കാണിക്കാത്തത് കൊണ്ടാണ്. ഇത് നമ്മളൊരു ടേബിൾ അടിക്കാനാണ്. അതിലേക്ക് 2x2 ഷീറ്റാണ്. 18 kg ഷീറ്റ് എടുത്തിട്ട് ബെൻഡ് ചെയ്തൊക്കെയാണ്. ഓരഞ്ച് ബെൻഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതേപോലെ തന്നെ അതിന് സ്ട്രോങ് കൂട്ടാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 1:1 സ്ക്വയറും ഓടിച്ചിട്ടുണ്ട്. 4 സൈഡ് 1:1 സ്ക്വയർ ഓടിച്ചൊക്കെയാണ്. ഇതിൻ്റെ കോർണർ മട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോർണർ ബട്ടൺ നോക്കിയില്ലെങ്കിൽ ഇത് സാധനം ഈ ടേബിൾ നമുക്ക് കറക്റ്റാവില്ല. 4 പോസ്റ്റ് വരുന്നുണ്ട്. ഇതേപോലെ സാധാരണ കടയിൽ മേടിക്കുന്നതിനും സ്ട്രോങ് ആണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ. കടയിലത്താകുമ്പോൾ അത്ര ഹെവി ആവില്ല മെറ്റീരിയൽ. കടയിൽ ഇപ്പോൾ ഒരു മേടിച്ചിട്ടുണ്ട്, അത് ഭയങ്കര ബലം കുറവാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കേജിയുള്ള പൈപ്പ് ഇട്ട് ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. 4 കാല് ഇതുപോലെ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ച് നമ്മൾ വീട്ടൊരു 4 പൈപ്പ് കൂടി ഓടിക്കും. അപ്പോൾ ഡബിൾ സ്ട്രോങ് ആയി. ഇപ്പോൾ ടേബിളിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 4 സൈഡ് സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അടിയിൽ അതേപോലെ തന്നെ ഒരു പൈപ്പ് 4 കൊടുത്തിട്ടുണ്ട്. പ്ലേസിങ് പൈപ്പ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെയിലുണ്ട്. സിമ്പിളായിട്ടാട്ടോ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. അതൊരു 1.5 സ്ക്വയറും ഓരോ സ്റ്റെപ്പിൽ 1 ഇഞ്ച് റൗണ്ട് പൈപ്പ് ഹോളടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. സിമ്പിളൊരു ഹാൻഡ് റെയിലാണ് ചെയ്തിരിക്കുന്നത്.